ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസ്മെറ്റിക്സിലും ഈ ഫാർമസ്യൂട്ടിക്കൽസിലും മെയിനായിട്ട് എടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുന്ന പ്രോസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻട്രിഫ്യൂജ് മെത്തേഡാണ്. ഈ സെൻട്രിഫ്യൂജ് മെത്തേഡിലാണ് ധാരാളം ന്യൂട്രീഷൻ വാല്യൂസും നമുക്ക് ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇത് സെൻട്രിഫ്യൂജ് മെത്തേഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെർമെന്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ പാല് പിഴിഞ്ഞിട്ട് ആ പാലെടുത്തിട്ട് ഒരു ഇൻക്യുബേറ്റർ എന്ന് പറയും. ആ ഇൻക്യുബേറ്ററിൽ ഒരു 36 to 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 22 to 24 മണിക്കൂർ ഒരു ക്യാൻ ചെയ്ത് ജസ്റ്റ് നമ്മൾ വയ്ക്കും. അപ്പൊ ആ ടെമ്പറേച്ചർ കാരണം അതെന്ത് ചെയ്യും, ഫെർമെന്റേഷൻ നടക്കും. ആ 22 to 24 മണിക്കൂറിൽ ഫെർമെന്റേഷൻ നടക്കുന്നത് കാരണം നമുക്ക് സെഡിമെന്റേഷൻ വരും. ഏറ്റവും അടിയിൽ വെള്ളം വരും, അതിന് മുകളിൽ സ്കിം മിൽക്ക് വരും, അതിന് മുകളിൽ ഓയിൽ വരും, അതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതിന് മുകളിൽ ഫാറ്റ് കണ്ടന്റ് വരും. ഈ ഫാറ്റ് കണ്ടന്റിനെ എടുത്തിട്ട് ഓവർനൈറ്റ് നമ്മൾ ഒരു റെഫ്രിജറേഷൻ ഫ്രിഡ്ജിലെടുത്ത് വച്ചെങ്കിൽ അതെന്ത് സംഭവിക്കുന്നതാണ്, പിറ്റേ ദിവസം അതിനടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഓയിൽ വരും. സോ ഒരു രീതിയിൽ തന്നെ നമുക്ക് 2 ഓയിൽ വരും. പക്ഷെ ഈ 4 മെത്തേഡ് ഏത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വൈസ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ഈ സെൻട്രിഫ്യൂജ് മെത്തേഡ്. കോസ്റ്റ് കുറവും പിന്നെ ക്വാളിറ്റി വൈസ് കുറവുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫെർമെന്റേഷൻ മെത്തേഡ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫെർമെന്റേഷൻ മെത്തേഡിൽ വെള്ളവും ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് ആ മോയ്സ്ചർ കളയാൻ പറ്റും. അതാണ് പ്രോസസ്സ് എളുപ്പമാണ്, പക്ഷെ നമുക്ക് ക്വാളിറ്റി വൈസ് കുറവാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ട്രഡീഷണലി നമുക്ക് അറിയപ്പെടുന്ന ഹോട്ട് പ്രോസസ് മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ കമേഴ്ഷ്യലി ചെയ്യുമ്പോൾ ഡബിൾ ജാക്കറ്റ് VCO കുക്കർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സോ ആ VCO കുക്കറിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ 2 ജാക്കറ്റ് ആയിരിക്കും. അതിൽ നടുക്ക് തെർമിക് ഫ്ലൂയിഡിലായിരിക്കും ഹീറ്റ് കണ്ടക്ഷൻ മെത്തേഡായിട്ട് നമുക്ക് അതിന് ഹീറ്റ് ജനറേറ്റ് ആവും. അതിൽ നമുക്ക് ഒരു മണിക്കൂർ to 1.5 മണിക്കൂറിലായിരിക്കും ടോട്ടൽ പ്രോസസ് സമയം നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഹോട്ട് മെത്തേഡിൽ എടുക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, നമ്മൾ ആ മിൽക്കിനെ നമ്മൾ സ്റ്റർ ചെയ്ത് അവസാനം നമ്മൾ ഓയിൽ കിട്ടും. ബാക്കി കിട്ടുന്ന നമുക്ക് ഇത് കൽക്കവുമാണ്. സോ ആ കൽക്കത്തിനെ എടുത്തിട്ട് നമ്മൾ താഴെ വാട്ടർ ഡിസ്ചാർജിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ ഒരു ഫിൽട്ടർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആ ഓയിലൊക്കെ എടുത്തതിന് ശേഷം ബാക്കി കിട്ടുന്ന കൽക്കത്തിനെ എടുത്തിട്ട് മറ്റേ മാനുവൽ ഹൈഡ്രോളിക് പ്രസ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്ററിൽ നമ്മൾ പ്രസ് ചെയ്ത് അതിൽ നിന്ന് നമുക്കൊരു 3 to 5% നമുക്ക് ഓയിൽ അതിൽ നിന്ന് കിട്ടും. സോ ആ ഓയിൽ നമുക്ക് കിട്ടുന്ന ഹോട്ട് പ്രോസസ് ഓയിൽ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങനെ നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും. സോ ഇത് ഹോട്ട് പ്രോസസ് മെത്തേഡ്. പിന്നെ 4ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഓയിൽ നമുക്ക് മിൽക്ക് വെച്ച് ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്ന മെത്തേഡാണ്. അടുത്തതെന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ വെച്ച് യൂസ് ചെയ്യുന്നതാണ്. ഒന്നുമില്ല, DC ഏറ്റവും എളുപ്പവും പിന്നെ നമുക്ക് ക്വാളിറ്റി വൈസ് നമുക്ക് ഇങ്ങനെ പറയാം, മറ്റേ പ്രശ്നം വരുന്നില്ല. അങ്ങനെ നമുക്ക് സേഫസ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ DC ആണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് മൈക്രോ എക്സ്പെല്ലർ എന്ന് പറഞ്ഞ എക്സ്പെല്ലറിലിട്ടെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഓയിൽ കിട്ടും. അത് വെർജിൻ കോക്കനട്ട് ഓയിൽ കോൾഡ് പ്രസ്ഡ് മെത്തേഡ് എന്നാണ് അതിനെ പറയുന്നത്. സോ ഇതെല്ലാം വെർജിൻ കോക്കനട്ട് ഓയിൽ വരും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നുമ്പോൾ പ്രതീക്ഷിക്കാൻ വലിയ ടേംസ് ഒന്നുമില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ചിരവണം. അതുപോലെ പൾവറൈസറിലൊക്കെ ചിരവിയിട്ട് അതിനെ നമ്മൾ കൈകാണി വയ്ക്കുക. ഒരു മൊത്തം പ്രോസസ്സ് 3 മണിക്കൂറേ ഉള്ളൂ. സോ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു 3 hours പ്രോസസ്സിൽ അതിൻ്റെ മോശക്കാരുടെ ലെവല് 2.5 താഴെ ബെസ്റ്റാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ 3 മണിക്കൂറിൽ തന്നെ ഏകദേശം ഒരു 3 മോയ്സ്ചറായി അതിൽ മോശം കണ്ടന്റ് വാങ്ങണം. സോ നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ വലിയ രീതിയിൽ പാക്കേജിങ് മെറ്റീരിയൽ ഒന്നും വേണ്ട, സാധാ പാക്കേജിങ് ചെയ്യുമ്പോൾ നമുക്ക് 8 മാസം വരെ അതിന്റെ ഷെൽഫ് ലൈഫ് ഉണ്ട്. ഏത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. സോ അത് ഒരു റിസ്ക് ഇല്ലാത്ത ഒരു കോക്കനട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ DC ചായയാണ് പറയാൻ. സോ ആ DC വെച്ചിട്ട് നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ DC ആയിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സെലക്ഷൻ ഓഫ് കോക്കനട്ട് ഒരു മെയിനായിട്ട് പറയാൻ പറ്റും. ഒരു 12 മാസം പ്രായമുള്ള കോക്കനട്ടിനെ ആയിരിക്കും നമ്മൾ ഈ DCക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് ചിപ്സ്. ഈ കോക്കനട്ട് ചിപ്സ് പറയുന്ന പോലെ നമുക്ക് ഇതിനും കോക്കനട്ട് ഒരു എങ്ങനെ പറയാം, എല്ലാത്തിനും മെച്ചൂർഡ് കോക്കനട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഓയിലിനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്. പക്ഷെ ഇതിന് നമ്മൾ പ്രായം കുറഞ്ഞത് വേണം എടുക്കാം. അതായത് ഏകദേശം ഒരു 8 to 10 മാസത്തിന്റെ നടുക്കുള്ള കോക്കനറ്റിന് വേണം
ഇത് എടുക്കുക. ഇത് എടുത്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഡീഹസ്ക് തൊണ്ട് കളയുന്നു, എന്നിട്ട് നമ്മൾ അതിനെ ഷെല്ല് കളയുന്നു, ഷെല്ല് കളഞ്ഞിട്ട് ടെസ്റ്റ കളയുന്നു, ടെസ്റ്റ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് അതിനെ വെള്ളം കളഞ്ഞിട്ട് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ ബ്ലാഞ്ചിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു കെമിക്കൽ പൊട്ടാസ്യം മെറ്റാബൈറ്റ് സൾഫേറ്റ് എന്ന് പറഞ്ഞ കെമിക്കൽ ആഡ് ചെയ്ത് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ഡിപ്പ് ചെയ്ത് വയ്ക്കും. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഒരു കോൺക്രീറ്റ് എടുത്ത് പുറത്തെടുത്ത് വെച്ചാൽ കാന്തിരി എടുത്ത് പുറത്തെടുത്ത് വെച്ചാൽ എത്ര നേരം പുറത്ത് നിൽക്കും?